ഹലോ ഗൈഡ്സ്, മാർഷൽ ആർട്സ് ആൻഡ് ഫിറ്റ്നസ് ട്രെയിനിങ് ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരു ബസ് സ്റ്റാൻഡിൽ രണ്ട് പേര് തല്ലൂറുന്നൊരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. അതിൽ ഒരാൾ മറ്റൊരാൾ കഴുത്തിൽ ലോക്ക് പിടിച്ച് നിലത്തേക്ക് ഇട്ട് ഇടിക്കുന്നൊരു ദൃശ്യമാണ് അത് കാണുന്നത്. മറ്റൊരാരും അവരെ സഹായിക്കാനോ പിടിച്ചു മാറ്റാനോ അവസാനം വരെ എത്തിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമുക്കും ഭാവിയിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ വന്നേക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടുക, എന്തൊക്കെയാണ് ഇതിൻ്റെ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ പിക്ചർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നും നമുക്കെങ്ങനെ ഈ ഒരു പിടുത്തം വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, അഥവാ ഇനി നമുക്ക് ആരെങ്കിലും പിടിക്കേണ്ടി വന്നാൽ എങ്ങനെ പിടിക്കാൻ പറ്റും, അതെല്ലാം നമുക്കൊന്ന് നമ്മുടെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇൻട്രോയിൽ കണ്ട അതേ ലോക്ക് തന്നെയാണ് ഇത്. നിങ്ങളെല്ലാവരും കണ്ടിരിക്കും, സോഷ്യൽ മീഡിയയിൽ വളരെ പ്രചാരത്തിലായ ഒരു വീഡിയോ, ഒരു സംഘടന രംഗം. അപ്പോൾ അതിൻ്റെ ഒരു ലോക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കിത് ചെയ്യേണ്ടതെന്നും ഇതിൻ്റെ ദോഷവശങ്ങൾ എന്താണെന്നും ശരിക്കുമുള്ള യഥാർത്ഥ ലോക്ക് എന്താണെന്നും നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഇതില് ഈ കൈ ഇതിലെയും ഇപ്പുറത്തെ കൈ ഇതിലൂടെയാണ് ആ വീഡിയോയിൽ അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ കാണുന്ന പിക്ചറിലുള്ള ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലോക്കല്ല, പക്ഷെ ഈ ഒരു ലോക്കിന് പ്രത്യേകത ഉണ്ട്. പക്ഷെ ഈ ഒരു കൈയിന്റെ ലോക്കിന് കഴുത്തിലെ ഈ ഒരു ഭാഗത്തിന് വളരെയധികം ഇഞ്ചുറി പറ്റാനും പെട്ടെന്ന് ശ്വാസം മുട്ട് വരാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പിടുത്തത്തിൽ ഈ വ്യക്തിയുടെ എന്താ പറയുക ബാലൻസ് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വലിച്ചിട്ട് സാധിക്കും എങ്ങനെ പിടിക്കാനാണെങ്കിലും. പിന്നെ ആൾക്ക് പ്രത്യേകിച്ച് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കൈ ഇതിന്റെ ഈ ഒരു അമർത്തുന്ന കാരണം തന്നെ ആളുടെ ഫുൾ ബ്രീത്തിങ് തന്നെ അവിടെ കട്ടാവാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ വലിച്ചിടുക, ഇതാണ് ആ ഒരു വീഡിയോയിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പിടുത്തത്തിന് നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, അതുപോലെ എതിരാളിയെ നമുക്ക് എങ്ങനെ കീഴ്പ്പെടുത്താൻ പറ്റും നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് നമ്മുടെ തൊണ്ടയിൽ അധികം ബലം വരാത്ത രീതിയിൽ നമ്മൾ കൈ പിടിച്ച് വലിക്കുക. ആദ്യം തന്നെ നമ്മൾ പിടിക്കേണ്ടത് ഈ ഫസ്റ്റ് കൈ പിടിച്ച് താഴത്തേക്ക് വലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൽ തൊണ്ടയിൽ പിടുത്തം വരാണ്ട് വലിക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ കാലുണ്ടല്ലോ, ഈ കാല്, അപ്പോൾ ഇതെടുത്തിട്ട് പിന്നിലേക്ക് ഇറക്കി വെക്കുക. പിന്നിലേക്ക് ഇറക്കി വെക്കുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഈ കാല് പിടിച്ച് പൊന്തിക്കുക, അല്ലെങ്കിൽ ഇപ്പുറത്തെ കാല് പിടിക്കുക. പക്ഷെ എപ്പോഴും നമ്മൾ എതിരാളിയുടെ കാലിന്റെ ബലം കൂടുതലും അപ്പുറ സൈഡിലേക്ക് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാല് പിടിച്ച് വലിച്ചിടാം. അപ്പൊ അങ്ങനെ വീഴുന്നതിലൂടെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരാളിയുടെ ഇതിൽ പിടുത്തത്തിനനുസരിച്ച് നമുക്ക് നീങ്ങാൻ പറ്റും. ഫസ്റ്റ് ഞാൻ പറഞ്ഞു, കൈ ഒരു കാരണവശാലും കൈ പിടിക്കാതിരിക്കരുത്. നമ്മുടെ തൊണ്ടയ്ക്ക് ഇഞ്ചുറി വരാണ്ടിരിക്കണമെങ്കിൽ എത്ര ബലം വരണമെങ്കിൽ ഒരു വലിക്കുക. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ കാല് കയറ്റി വെക്കേണ്ടത്. ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം ഇപ്പുറത്തെ കാലം മെല്ലെ പിടിക്കുന്നത്, പകരം ഈ കാലം പിടിക്കുക. അത് വലിച്ചു കഴിഞ്ഞാൽ ആൾ പോകും. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ യഥാർത്ഥ വശം, എങ്ങനെ ഒരു അടി വരുമ്പോൾ എങ്ങനെ നമുക്ക് പിടിക്കാവുന്നത് നോക്കാം. ഇതിൽ പിടിച്ച് വലിക്കുക, അതായത് നമ്മൾ ഈ കൈ കഴുത്തിക്കൊണ്ടിട്ടാണ് കൈ അടിയിലേക്ക് വലിക്കുന്നതും തല അടിയിലേക്ക് പോകും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരാളിക്ക് വളരെയധികം ഈ ഒരു ഭാഗത്തിന് ഇഞ്ചുറി പറ്റും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും പാതി വഴിയിൽ വെച്ച് പഠനം നിർത്തിയവരാണോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിർത്തിവെച്ച പഠനം ജോലി ഉയർച്ചയ്ക്കോ മറ്റാവശ്യങ്ങൾക്കോ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ ഒട്ടും മടിച്ചു നിൽക്കേണ്ട. കൈരളി വിദ്യാപീഠം നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരം ഒരുക്കി തരുന്നു. മോർണിംഗ്, റെഗുലർ, സൺഡേ എന്നീ സമയങ്ങളിൽ ക്ലാസുകൾ നൽകി വരുന്നു. അതും PSC UPSC അംഗീകൃതമുള്ള +2 6 മാസത്തിനുള്ളിലും, കൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സുകളും, ഒരുപാട് വർഷത്തെ പ്രവർത്തന പരിചയവും നിലവാരമുള്ള ക്ലാസുകളും മികച്ച അധ്യാപകരുടെയും സഹായത്തോടെ നിങ്ങൾക്കും നിങ്ങളുടെ നിർത്തിവെച്ച പഠനം പൂർത്തിയാക്കാം, സ്വപ്നങ്ങൾ നേടിയെടുക്കാം. കൈരളി വിദ്യാപീഠം, വടക്കേ സ്റ്റാൻഡ്, തൃശ്ശൂർ.